കിളിമാനൂരിൽ വൻ ആസൂത്രണത്തോടെ നടന്ന ക്രൂരമായ ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മകളെ വിവാഹം കഴിച്ചു നൽകാൻ വിസമ്മതിച്ചതിലുള്ള കടുത്ത വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് കിളിമാനൂർ സ്വദേശിയായ അനിൽകുമാർ, അദ്ദേഹത്തിന്റെ മകൻ എന്നിവരെയാണ് ഒരു 5 അംഗ ഗുണ്ടാ സംഘം തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചത്. പ്രധാന പ്രതിയായ സുധീഷ് എന്ന യുവാവ് 2 വർഷം മുൻപ് അനിൽകുമാറിന്റെ മകളെ വിവാഹം കഴിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു സമീപിച്ചിരുന്നുവെങ്കിലും അനിൽകുമാർ ഈ വിവാഹാലോചന കർശനമായി നിരസിക്കുകയാണ് ഉണ്ടായത്. മകളെ വിവാഹം കഴിച്ചു നൽകാൻ വിസമ്മതിച്ചതു മുതൽ സുധീഷ് അനിൽകുമാറിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും കടുത്ത പക മനസ്സിൽ സൂക്ഷിക്കുകയും ഒടുവിൽ പ്രതികാരം തീർക്കാനായി സുഹൃത്തുക്കളായ മറ്റു 4 പേരെയും കൂട്ടുപിടിച്ച് മാസങ്ങളോളം നീണ്ട ആസൂത്രണം നടത്തി ഇവരെ അപായപ്പെടുത്താൻ പദ്ധതിയിടുകയുമായിരുന്നു. കെട്ടിട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന അനിൽകുമാറിനെ കെണിയിൽ വീഴ്ത്താൻ പ്രതികൾ തിരഞ്ഞെടുത്തത് വളരെ തന്ത്രപരമായ മാർഗമായിരുന്നു. കിളിമാനൂരിലുള്ള ഒരു നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ പണിയുണ്ടെന്ന് കള്ളം പറഞ്ഞ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ അനിൽകുമാറിനെ ഫോണിൽ വിളിച്ചു വരുത്തുകയായിരുന്നു ഇവർ. പ്രതിയായ സുധീഷിന്റെ മുത്തച്ഛന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന പണി തീരാത്ത ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് അനിൽകുമാർ എത്തിയ ഉടൻ തന്നെ മറഞ്ഞിരുന്ന 5 അംഗ സംഘം ആക്രമണം ആരംഭിക്കുകയും ഹെൽമറ്റ് ഉപയോഗിച്ച് തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം ഇയാളുടെ കൈകൾ കൂട്ടിക്കെട്ടി അവിടെ ഉണ്ടായിരുന്ന സ്ക്രൂ ഡ്രൈവർ, പ്ലെയർ തുടങ്ങിയ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ശരീരമാസകലം ക്രൂരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇതിനു പുറമെ കൂടുതൽ ഭീതി ജനിപ്പിക്കുന്നതിനായി ആക്രമികൾ അനിൽകുമാറിന്റെ ശരീരത്തിൽ സ്ഫോടന വസ്തുക്കൾ കെട്ടിവെച്ച് വധഭീഷണി മുഴക്കുകയും തുടർന്ന് ഇയാളുടെ 20-കാരനായ മകനെ കൂടി ഫോണിൽ വിളിച്ച് അങ്ങോട്ട് വരുത്തി ബലമായി തടങ്കിലാക്കുകയുമാണ് ഉണ്ടായത്. മകൻ അവിടെ എത്തിയപ്പോൾ അനിൽകുമാറിന്റെ ഭാര്യയെയും കൂടി ഉടൻ തന്നെ ആ പണി തീരാത്ത കെട്ടിടത്തിലേക്ക് വിളിച്ചു വരുത്തണമെന്നും അമ്മ എത്തിയാൽ മാത്രമേ പിതാവിനെ ജീവനോടെ വിട്ടയക്കൂ എന്നും പറഞ്ഞ് അവർ കടുത്ത സമ്മർദ്ദം ചെലുത്തി ഭീഷണിപ്പെടുത്തി. ഈ അതീവ നിർണായക ഘട്ടത്തിൽ അനിൽകുമാറിന്റെ മകൻ കാട്ടിയ ധീരതയും ബുദ്ധിസാമർഥ്യവുമാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. അമ്മയെ വിളിക്കാമെന്ന് സമ്മതിച്ച ആക്രമികളുടെ ശ്രദ്ധ മാറ്റിയ മകൻ കിട്ടിയ ആദ്യ അവസരത്തിൽ അവരുടെ കണ്ണുവെട്ടിച്ച് സാഹസികമായി ആ കെട്ടിടത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുകയും ഒട്ടും സമയം കളയാതെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തി വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. രാത്രി സമയമായിരുന്നിട്ടും പരാതിയുടെ ഗൗരവം മനസ്സിലാക്കിയ കിളിമാനൂർ പോലീസ് ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തിയെങ്കിലും പോലീസിന്റെ ജീപ്പുകൾ ദൂരെ വെച്ച് തന്നെ കണ്ട ആക്രമികൾ അനിൽകുമാറിനെ കെട്ടിയിട്ട നിലയിൽ അവിടെ ഉപേക്ഷിച്ച് ഇരുട്ടിന്റെ മറവിൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ക്രൂരമായ മർദ്ദനമേറ്റ് അവശനായി കിടന്ന അനിൽകുമാറിനെ പോലീസ് വേഗത്തിൽ മോചിപ്പിച്ച് അടിയന്തര ചികിത്സയ്ക്കായി സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ സുധീഷ് ഉൾപ്പെടെ കണ്ടാലറിയുന്ന 5 പ്രതികൾക്കെതിരെ വധശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.